ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ 2 ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് വെച്ച് നമുക്ക് എളുപ്പത്തിലൊരു അടിപൊളി ബീട്രൂട്ട് തോരൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ പച്ചമുളകും സവോളയും ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ഇഞ്ചിയൊക്കെ ഇട്ട് ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഇഞ്ചി അധികം ആകരുത്, ഒരു പൊടിക്ക് ഇഞ്ചി ആയാൽ മതി കേട്ടോ. ഒത്തിരി ആയ ഇഞ്ചിയുടെ ചുവ കാരണം നമുക്ക് പറ്റില്ല. അപ്പം ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് തോരൻ വെക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പച്ചമുളകും കുറേ അധികം ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ബീട്രൂട്ടിന് ഒരു മധുരമാണല്ലോ. അപ്പം പച്ചമുളക് കുറച്ച് എരിവാകുമ്പം നല്ല എരിവുള്ള പച്ചമുളകാകുമ്പം അത്രയ്ക്ക് നമുക്ക് മധുരവും ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ മുളക് പൊടി ഇടേണ്ടവർക്ക് മുളക് പൊടി ഇടാം. ഞാനിപ്പം പച്ചമുളക് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരണ്ടിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ബീട്രൂട്ട് തോരൻ വെക്കാത്ത കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. മിക്കവാറും ഇങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും തന്നെ വെക്കുന്നത്. അപ്പം വെക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടായാലും ടേസ്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇഞ്ചി ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണേ. അപ്പം കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടും സവോളയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങയും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പം ഇടയ്ക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ബീട്രൂട്ടിനൊക്കെ നോർമലി വെള്ളം ഉള്ളതാണല്ലോ. അപ്പം അത് ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുമാതിരി വലുതാക്കി അരിഞ്ഞാൽ കുറച്ച് വേകാൻ പാടാം. ഇപ്പം നല്ല കുഞ്ഞാക്കി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ആവി വെള്ളമൊക്കെ വീണ് കണ്ടില്ലേ, അടിക്ക് പിടിച്ചിട്ട് ഒന്നുമില്ല, നന്നായിട്ട് ഒരു ഇതായി വന്നിട്ടുണ്ട്. ഏകദേശം വെന്ത് വരുന്നുണ്ട്. ആവി വെള്ളമൊക്കെ വീണ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഒരു തവണയും കൂടി ഒന്ന് അടച്ചു വെക്കണേ. പിന്നെ നമ്മൾ തുറന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഇങ്ങനെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക്